ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഡീക്ലട്ടറിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഓരോ റൂമിനും ഡീക്ലട്ടറിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജീസാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ലിവിങ് റൂം വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ലിവിങ് റൂം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫാമിലിയുടെ തന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള റൂമാണ്, എല്ലാവരും യൂസ് ചെയ്യുന്ന റൂമാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെയും ആവശ്യമില്ലാത്ത സാധനങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എവിടെയൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വിസിബിൾ ആയിട്ടുള്ള കുറച്ച് സർഫസസ്, അതായത് നമ്മുടെ സൈഡ് ടേബിൾ ഉണ്ടെങ്കിൽ അത്, ടി വിയുടെ സ്റ്റാൻഡ്, പിന്നെ നമ്മുടെ കോഫി ടേബിൾ, അതായത് നമ്മുടെ സെൻറ്റർ ടേബിൾ. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാം. എന്നിട്ട് അതിൽ ആവശ്യമുള്ള 2-3 ഐറ്റംസ് മാത്രം നമ്മൾ വെക്കുക, ഒരു ഡെക്കോർ പീസോ അങ്ങനെ. അപ്പം തന്നെ നമ്മുടെ ആ ഒരു സ്പേസ് നല്ല കാമായിട്ടിരിക്കും. അടുത്തത് ഇനി എന്തെങ്കിലും ടോയ്സോ ഷൂസോ ബുക്സോ പിന്നെ എന്തെങ്കിലും പേപ്പർ ഐറ്റംസൊക്കെ അവിടെ ഉണ്ടെങ്കിൽ, അവിടെ ഇല്ലാത്തതുണ്ടെങ്കിൽ അതൊക്കെ എടുക്കുക. നമ്മുടെ കയ്യിലൊരു ബാസ്ക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നമ്മൾ പിക്കപ്പ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം അതിനകത്ത് ഇട്ടിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് അതെവിടെയാണോ കൊണ്ടുവയ്ക്കേണ്ടത് അവിടെ കൊണ്ടുവയ്ക്കാം. അപ്പോൾ പിന്നെ നമുക്ക് ഓട്ടോമാൻ സ്റ്റൂൾസ് ഉണ്ടാവുമല്ലോ, അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാനും പറ്റും. റിമോട്ട്സ്, മാഗസിൻസ്, പിന്നെ നമ്മൾ ത്രോ ആയിട്ട് യൂസ് ചെയ്യുന്ന ബ്ലാങ്കറ്റ്സ് ഒക്കെ ഇല്ലേ, അതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റി വയ്ക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ഡെക്കോറും ഒന്ന് കെയർഫുള്ളി ചെയ്യുക. നമുക്ക് സീസണലി ഡെക്കോറൊക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ഒന്ന് ഡീക്ലട്ടർ ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ ഒരു ലിവിങ് റൂം നല്ല സ്പേഷ്യസും നല്ല വെൽക്കമിങ് ആൻഡ് റിലാക്സിങ് ആയിരിക്കും. അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ ലിവിങ് റൂം നമുക്ക് ഡീക്ലട്ടർ ചെയ്യാം. നമ്മുടെ അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് കിച്ചണാണ്. ഏറ്റവും ബിസി ആയിട്ടുള്ളൊരു റൂമാണല്ലേ, ഏറ്റവും കൂടുതൽ ക്ലട്ടർ വരാൻ ചാൻസ് ഉള്ളൊരു റൂമും കൂടിയാണ്. അപ്പം നമ്മുടെ കൗണ്ടർ ടോപ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ആവശ്യമില്ലാത്തതെല്ലാം തന്നെ റിമൂവ് ചെയ്യുക. എന്നിട്ട് ഡെയിലി ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അവിടെ വയ്ക്കുക. ക്ലിയർ സർഫസ് വരുമ്പോഴത്തേനും നമ്മുടെ സ്ട്രെസ്സ് കുറയുന്നു, അതുപോലെ കുക്കിംഗ് ഈസി ആവുന്നു. കൗണ്ടർ ടോപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓരോരോ ക്യാബിനറ്റ്സിലേക്ക് പോവാം. അതിനകത്ത് നമ്മുടെ ഗ്രോസറി ഉണ്ടാവുമല്ലോ, അപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. എന്തെങ്കിലുമൊക്കെ ഗാഡ്ജറ്റ്സ് പൊട്ടിയതുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഡൊണേറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസൊക്കെ ഒന്ന് കളയുക. പിന്നെ ഡ്രോയേഴ്സിന് ഡിവൈഡേഴ്സ് കൊടുക്കുക. അപ്പോൾ കട്ട്ലറി എല്ലാം നമുക്ക് നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. ഫ്രിഡ്ജിനകത്ത് നമുക്ക് ഒരു ഫസ്റ്റ് എടുക്കേണ്ട ഒരു ബാസ്ക്കറ്റ് പോലെ, ഏറ്റവും അധികം പെട്ടെന്ന് എടുക്കേണ്ട ബാസ്ക്കറ്റ് നമ്മൾ അങ്ങനെ ഒരു ബാസ്ക്കറ്റ് പറ്റുമെങ്കിൽ വെക്കുക. അതുപോലെ പാൻട്രി ഐറ്റംസ് ഗ്രൂപ്പ് ചെയ്ത് വെക്കുക. സ്നാക്സ്, ബേക്കിംഗ് ഐറ്റംസ്, അങ്ങനത്തെ ഉള്ള ഐറ്റംസ്. അപ്പം നമ്മൾ ഈ ലിസ്റ്റ് എഴുതുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അത് നോക്കിയിട്ട് നമുക്ക് ലിസ്റ്റ് എഴുതാൻ എളുപ്പമായിരിക്കും. പിന്നെ ബൾക്കി അപ്ലയൻസസ്, നമ്മളധികം യൂസ് ചെയ്യാത്ത അപ്ലയൻസസ് നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഉള്ളിലോട്ട് എടുത്ത് വയ്ക്കാം, അല്ലെങ്കിൽ നമുക്കത് സെല്ല് ചെയ്യാം. പിന്നെ ഓർഗനൈസ്ഡ് കിച്ചൺ എന്ന് പറഞ്ഞാൽ അത് കാണാൻ മാത്രമല്ല നമ്മുടെ സമയവും കാശും എനർജിയും എല്ലാം സേവ് ചെയ്യുന്ന ഒരു കിച്ചൺ ആയിരിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ കിച്ചൻ്റെ ഡീക്ലട്ടറിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അടുത്തത് ബെഡ്റൂമാണ്. ബെഡ്റൂം നമ്മളെല്ലാം കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യുന്നൊരു സ്പേസാണ്. പക്ഷേ അവിടെ നമ്മൾ ഒരുപാട് ഐറ്റംസ് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സമാധാനം നഷ്ടപ്പെടും അല്ലേ. അപ്പോൾ നമ്മുടെ സൈഡ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, നൈറ്റ് സ്റ്റാൻഡ്, അത് നോക്കുക ആദ്യം. അത് മിനിമലായിട്ട് വെക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഒരു ബുക്കോ അല്ലെങ്കിൽ ഒരു ലാമ്പോ, അല്ലെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കണമെങ്കിൽ ആ ഒരു വെള്ളം കുടിക്കുന്ന സംഭവം അത് വെക്കാം. ഇനി അത് ഒരുപാട് ഐറ്റംസ് നൈറ്റ് സ്റ്റാൻഡിലുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ഒരു മെസ്സി ലുക്കാണ്. അപ്പോൾ അതാദ്യം ചെയ്യുക. അടുത്തത് നമ്മുടെ വാർഡ്രോബ് നോക്കുക. എല്ലാം എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ആവശ്യമില്ലാത്തതെല്ലാം ഒഴിവാക്കുക. പിന്നെ നമുക്ക് ഫിറ്റ് ചെയ്യുന്ന നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സ് മാത്രം എടുത്ത് വയ്ക്കുക. സീസണൽ ക്ലോത്ത്സ് ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റി ഒരു സ്റ്റോറേജ് ബിന്നിലോ എടുത്ത് വയ്ക്കുക. അതുപോലെ ഒരുപാട് ഡെക്കോർ പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റാം. അപ്പം നമുക്ക് കാമായിട്ടുള്ള മിനിമലായിട്ടുള്ള സംഭവങ്ങൾ മാത്രം വയ്ക്കുക. പിന്നെ ടി വി, ലാപ്ടോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വെക്കുവാണെങ്കിൽ അത് കുറച്ച് വിഷ്വൽ ക്ലട്ടർ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പറ്റുമെങ്കിൽ ഒഴിവാക്കുക, അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുക. അപ്പോൾ അൺക്ലട്ടേർഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണെങ്കിൽ നമ്മുടെ ആ റൂം നല്ല ബ്യൂട്ടിഫുൾ ആവുകയും ചെയ്യും, നമ്മുടെ സ്ലീപ്പ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും, ആൻഡ് ഫൈനലി നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുകയും ചെയ്യും. അടുത്തത് ബാത്റൂം നോക്കാം.
ബാത്റൂമിനെ ക്ലട്ടർ മാഗ്നറ്റ്സ് എന്നാണെന്ന് പറയാം അല്ലേ. നമ്മൾ കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ അവിടെ ഇങ്ങനെ പെടും. ഹാഫ് യൂസ്ഡ് പ്രോഡക്ട്സ് ഒക്കെ, അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്കിൻ കെയർ ഐറ്റംസോ നെയിൽ പോളിഷോ എന്തെങ്കിലും സാമ്പിൾസോ ചിലപ്പോൾ എന്തെങ്കിലും മെഡിസിൻസൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തതോ അല്ലെ പഴയ മേക്കപ്പ് ഐറ്റംസോ ഇതെല്ലാം ചിലപ്പം ബാത്റൂമിലുണ്ടാവും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എല്ലാ പ്രോഡക്ട്സും ഒന്ന് കാറ്റഗറൈസ് ചെയ്യുക. ഹെയർ കെയർ, സ്കിൻ കെയർ, ഡെൻറ്റൽ, ബോഡി കെയർ. എന്നിട്ട് ക്ലിയർ ബിൻസും ഓർഗനൈസേഴ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതിനെ അറേഞ്ച് ചെയ്ത് വയ്ക്കുക. മാക്സിമം ഡ്യൂപ്ലിക്കേറ്റ്സ് അവോയ്ഡ് ചെയ്യുക. പിന്നെ ഹാഫ് യൂസ്ഡ് ഷാംപൂസ് ഉണ്ടെങ്കിൽ വേഗം തന്നെ അത് യൂസ് ചെയ്ത് ഒഴിവാക്കുക. എന്നിട്ട് അടുത്തത് യൂസ് ചെയ്യുക. പിന്നെ ടവൽസ് എല്ലാം തന്നെ നല്ല ഹുക്സിൽ ഹാങ് ചെയ്യുക. പിന്നെന്താ, നമുക്കെപ്പോഴും ആവശ്യമുള്ളത് നമ്മുടെ കയ്യെത്തും ദൂരത്ത് തന്നെ വെക്കുക. അപ്പോൾ ഡീക്ലട്ടറിങ് ചെയ്യുമ്പോഴത്തേനും ബാത്റൂമിൻ്റെ ഒരു ഫ്രഷ് ലുക്ക് വരികയും ചെയ്യും. എവറി മോർണിംഗ് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യും. കിഡ്സ് റൂമാണ് പലപ്പോഴും ഒരു തലവേദനയായിട്ട് വരുന്നത് അല്ലേ. കാരണം ടോയ്സ്, ബുക്സ്, ക്ലോത്ത്സ് ഇതെല്ലാം ചിലപ്പോൾ പെട്ടെന്നായിരിക്കും കൂടുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ടോയ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. കാറ്റഗറൈസ് ചെയ്യുക. ബ്ലോക്സ്, ഡോൾസ്, കാർസ്, പസിൽസ്, അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് മാത്രം നമുക്ക് ലേബൽ ചെയ്ത് വെക്കാം. വേണമെങ്കിൽ നമുക്കൊരു റൊട്ടേഷൻ സിസ്റ്റം യൂസ് ചെയ്യാം. പകുതി ടോയ്സ് നമുക്ക് മാറ്റാം. ഓരോ വീക്സിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ കിഡ്സിന് പലപ്പോഴും നമ്മൾ മറന്നുപോയത് കിട്ടുമ്പോൾ ഒരു ഫ്രഷ് ഇതായിരിക്കും കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ക്ലട്ടർ തന്നെ പകുതിയാവും. പിന്നെ സ്റ്റഫ്ഡ് ആനിമൽസ് ആകുമ്പോഴത്തേനും ഒരു ബിൻ അല്ലെങ്കിൽ ഒരു ഷെൽഫിലോട്ട് ലിമിറ്റ് ചെയ്യുക, കുറേ എണ്ണം വാങ്ങിക്കാതെ. പിന്നെ അതുപോലെ അവരുടെ ക്ലോത്ത്സും നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഡീക്ലട്ടറിങ് ചെയ്യണം. ഒന്നില്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും പാസ് ഓൺ ചെയ്യാം, ഡൊണേറ്റ് ചെയ്യാം, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെ കുട്ടികളുടെ റൂമിൽ താഴത്തെ ഷെൽഫ്സ് നമ്മൾ ലേബൽ ചെയ്തൊക്കെ കൊടുക്കുക. സോ ദാറ്റ് കിഡ്സിന് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതിൽ. പിന്നെ നമ്മൾ പുതിയതൊന്ന് വാങ്ങുമ്പോൾ പുതിയതൊന്ന് കളയാൻ വേണ്ടി ശ്രമിക്കുക. ഒരു പുതിയ ടോയ് വാങ്ങിക്കുമ്പോഴോ ഒരു പുതിയ ഡ്രസ്സ് വാങ്ങിക്കുമ്പോഴോ എല്ലാം നമ്മൾ അത് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത് നമുക്ക് ടൈഡിങ് ഈസി ആക്കാനും അവർക്ക് നല്ല ഹാബിറ്റ്സ് പഠിപ്പിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കും. അടുത്തതാണ് നമ്മുടെ എൻട്രി വേ. നമുക്ക് എല്ലാ വീടുകളിലും നമുക്ക് എൻട്രി വേ ഉണ്ടാവാറില്ല. അതായത് നമ്മൾ ലിവിങ് റൂമിന് തൊട്ട് മുന്നത്തെ ഒരു വേ ആണ് മിക്കവാറും എൻട്രി വേ. ഫ്ലാറ്റ്സിലൊക്കെ അത് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഉള്ള വീടുകളിൽ അത് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ, ഇപ്പോൾ പുതിയതായിട്ടുള്ള വീടുകളിലൊക്കെ അത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കുന്ന ഒരു സ്പേസാണ്. അപ്പോൾ അവിടെ ക്ലട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് അത് കുറച്ചൊരു ഓവർവെമ്മിങ് ആയിരിക്കും. അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ഷൂസ് വെക്കാം. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് എന്തെങ്കിലും റാക്സിലൊക്കെ വെക്കാം. എന്തെങ്കിലുമൊക്കെ ഹുക്സ് വെച്ചിട്ട് നമ്മൾ കീസോ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ബാഗ്സോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ വെക്കാം. എന്തെങ്കിലും ഡെക്കോർ പീസസ് വെക്കാം. പിന്നെ എന്തെങ്കിലും പേപ്പർ അങ്ങനെ എന്തെങ്കിലും എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്പേസ് കൊടുക്കാം. അങ്ങനെ പിന്നെ ഔട്ട് വെയർ നമ്മൾ വെക്കുന്നത് സീസണലായിട്ട് കീപ്പ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സാൻഡൽസോ അങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം അവിടെ വയ്ക്കുക. ചിലർ മിററൊക്കെ ഡെക്കോർ പീസസ് ആയിട്ട് വെക്കും, ചിലർ ആർട്ട് വർക്ക് വെക്കും. എന്നാലും അത് അത്യാവശ്യത്തിന് ലിമിറ്റ് ചെയ്തിട്ട് ക്ലീൻ ആൻഡ് ഫങ്ഷണൽ ആക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അടുത്ത റൂമാണ് ഡൈനിങ് റൂം. നമ്മളെല്ലാം ഫുഡ് കഴിക്കുന്ന റൂം. അപ്പോൾ അവിടെ നമുക്ക് സെൻറ്റർ ടേബിൾ ഉണ്ടാവും. അവിടെ നമുക്ക് ഫ്ലവേഴ്സോ ഫ്രൂട്ട് ബൗളോ എല്ലാം നീറ്റായിട്ട് വെക്കുന്ന രീതിയിൽ വെക്കാം. അതുപോലെ ടേബിൾ വെയർ, നാപ്കിൻസ്, ഡിഷസ് സെർവ് ചെയ്യുന്ന പ്ലേറ്റ്സ്, ഒരു സൈഡ് ബോർഡ് ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വെക്കുക. ടേബിൾ ലിനൻസ് യൂസ് ചെയ്യുക. ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് നമുക്ക് വെക്കാം. പക്ഷെ പലപ്പോഴും ഈ ഡൈനിങ് ടേബിൾ പലപ്പോഴും സാധനങ്ങൾ കൊണ്ടിടുന്ന ഒരു സ്ഥലമായിട്ട് മാറാറുണ്ട്. അപ്പോൾ മേക്ക് ഇറ്റ് എ റൂൾ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും അത് ക്ലിയർ ചെയ്യുക എന്നുള്ളത്. എപ്പോഴും ആ മീൽ ടൈമിൽ അത് ക്ലിയർ ആയിട്ടിരിക്കുക എന്ന് ഉറപ്പ് വരുത്തുക. ഒരു ക്ലട്ടർ ഇല്ലാത്തൊരു ഡൈനിങ് റൂം എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് നമ്മൾ കഴിക്കുന്ന മീൽസ് എല്ലാം എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഹാപ്പി ആയിട്ടുള്ള ആ റൂം നമുക്ക് കീപ്പ് ചെയ്യാനും പറ്റും. ഇനി നമുക്കൊക്കെ വീട്ടിൽ ഹോം ഓഫീസ് ഉണ്ട്. വർക്കിംഗ് മോംസ് ആണെങ്കിൽ അല്ലെങ്കിൽ പേരൻസ് ആണെങ്കിൽ അതുപോലെ സ്റ്റഡി ഏരിയ ഉണ്ട്. അവിടെ ഏറ്റവും വലിയൊരു വില്ലൻ എന്ന് പറയുന്നത് പേപ്പർ ക്ലട്ടറാണ്. ഒരുപാട് പേപ്പർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ. നമ്മൾ പ്രിൻറ്റേഴ്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കാൻ ചെയ്ത് കുറേ ഡോക്യുമെൻറ്റ്സ് ആവശ്യമുള്ളതും ഇല്ലാത്തതും
അപ്പോൾ കഴിയണതും ഡെസ്ക് ക്ലിയറായിട്ട് വെക്കുക. ആവശ്യമുള്ള ലാപ്ടോപ്പ് മാത്രം അല്ലെങ്കിൽ നോട്ട്ബുക്സ് മാത്രം, നമുക്ക് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് മാത്രം വെക്കാൻ വേണ്ടി നോക്കുക. പിന്നെ പെൻസ്, ചാർജേഴ്സ്, സ്റ്റിക്കി നോട്ട്സ് ഇതെല്ലാം ഡ്രോയറിൻ്റെ അകത്ത് നമുക്ക് വെക്കാവുന്നതുള്ളൂ. പിന്നെ പേപ്പേഴ്സ് എല്ലാം തന്നെ നമുക്ക് ഫയൽ ചെയ്ത് വെക്കാം. പിന്നെ കേബിൾസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതും നമുക്ക് ഒരു കേബിൾ മാനേജ്മെൻറ്റ് ബോക്സ് വെച്ചിട്ട് ഹൈഡ് ചെയ്യാം. അപ്പോൾ എവറി വർക്ക് സെഷൻ കഴിഞ്ഞിട്ട് നമ്മളത് ടൈഡി ചെയ്യുവാണെങ്കിൽ അത് ഒരു നല്ല ഹാബിറ്റാണ്. പിന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാനും നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കാനും നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും നമ്മുടെ ഈ ഏരിയ നീറ്റാക്കി വെക്കുന്നത് ഹെൽപ്പ് ചെയ്യും. ചിലർക്കെങ്കിലും ലോണ്ട്രി റൂമുണ്ട്. ലോണ്ട്രി റൂം പലപ്പോഴും ഒരു മെസ്സി ആയിട്ട് വരാറുണ്ട്, കാരണം അതൊരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണ എങ്ങനെയാണ്, എംപ്റ്റി ഡിറ്റർജൻറ്റ് ബോട്ടിൽസ് ഉണ്ടെങ്കിൽ അത് കളയുക, ബ്രോക്കൺ ഹാങ്ങേഴ്സ് ഒടിഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക, വേറെ എന്തെങ്കിലും ആവശ്യമില്ലാത്ത ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പിന്നെ നമ്മുടെ സപ്ലൈസ് എല്ലാം നമ്മൾ ഒന്ന് നോക്കുക. നമുക്കിഷ്ടമുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഡിറ്റർജൻസും സ്റ്റെയിൻ റിമൂവേഴ്സും എല്ലാം ആവശ്യത്തിന് മാത്രം വയ്ക്കുക. കുറേ അൺയൂസ്ഡ് പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിൽ അത് ആവശ്യമില്ലെങ്കിൽ ഒഴിവാക്കുക. വേണമെങ്കിൽ നമുക്ക് ബാസ്ക്കറ്റ്സ് ലേബിൾ ചെയ്യാം. ഇപ്പോൾ വൈറ്റ്സും ഡാർക്സും ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ലേബിൾ ചെയ്ത് വെക്കാം. അത് നമുക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ക്ലീനിങ് പ്രോഡക്റ്റ്സ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പം ഇവിടെയും നമ്മൾ കറക്റ്റായിട്ട് ഡീക്ലട്ടർ ചെയ്ത് പോവുകയാണെങ്കിൽ ലോണ്ട്രി റൂമും നല്ല നീറ്റായിട്ട് ടൈഡി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നമ്മുടെ ജോലികളെല്ലാം ഫാസ്റ്റായിട്ട് കഴിയുകയും ചെയ്യും. ഇനിയുള്ളൊരു ഏരിയയാണ് സ്റ്റോറേജ് ഏരിയ. അതായത് ഗറാജ് അങ്ങനത്തെ ഉള്ള ഏരിയാസ് ഉണ്ടാവുമല്ലോ, അത് കുറച്ച് പ്രശ്നമുള്ള സ്ഥലമാണ്. കാരണം നമുക്ക് പെട്ടെന്ന് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ എല്ലാം അവിടെ കൊണ്ടുപോയി ഡംപ് ചെയ്യാൻ ചാൻസ് ഉണ്ടല്ലേ. അപ്പോൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഒരു ഷെൽഫ് വെച്ച് തുടങ്ങുക, അല്ലെങ്കിൽ ഒരു കോർണർ അല്ലെങ്കിൽ ഒരു ബോക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അതിനെ സോർട്ട് ചെയ്യുക. ആവശ്യമുള്ളതോ ഡൊണേറ്റ് ചെയ്യേണ്ടതോ ഡിസ്കാർഡ് ചെയ്യേണ്ടതോ നോക്കിയിട്ട് സോർട്ട് ചെയ്യുക. എന്നിട്ട് ഒരുപോലെയുള്ള ഐറ്റംസ്, അതായത് ഇപ്പോൾ സ്പോർട്സ് ഐറ്റംസ് ആണെങ്കിൽ സീസണലായിട്ട് ഡെക്കോർ, ക്രിസ്മസ് ഡെക്കോറൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ സോർട്ട് ചെയ്യുക. പറ്റുവാണെങ്കിൽ ക്ലിയർ ബിൻസിൽ വെക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ കുറച്ച് സെൻറ്റിമെൻ്റൽ ഐറ്റംസൊക്കെ ഒരുപാട് കീപ്പ് ചെയ്യുന്ന ശീലം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുക. ശരിക്കും ഇതെനിക്ക് ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് എടുത്ത് വയ്ക്കുക. ഇനിയിപ്പം നമുക്ക് തീരെ കളയാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഈ സെൻറ്റിമെൻ്റൽ ഐറ്റംസിൻ്റെ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ട് അത് നോക്കുകയായിരിക്കും നല്ലത്. കാരണം എത്രയാണെന്ന് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ എടുത്തു വയ്ക്കുന്നത്. അപ്പോൾ ഒരു ആനുവലി എങ്കിലും നമ്മളിത് ഡീക്ലട്ടർ ചെയ്യുന്നത് ഹാബിറ്റാക്കണം. നല്ലൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് നമ്മൾ ഡിഫറെൻറ്റ് റൂംസ്, നമ്മുടെ വീട്ടിലെ വിവിധ റൂമുകളുടെ ഡീക്ലട്ടറിങ് സ്ട്രാറ്റജീസാണ്. നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും വേണ്ടി നോക്കുക. നമ്മുടെ വീഡിയോക്ക് ഒരു ഹൈപ്പ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്. കഴിയണതും മിസ്സാവാതെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം. അതുവരേക്കും ബൈ.